മാത്രം എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലെ കണക്ക് കണ്ടാൽ അടിക്കാം. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും വിത്ത് ഡെസേർട്ടിലാണെങ്കിൽ മാട്രിക്സ് ഫിയർ നിങ്ങൾക്ക് എല്ലാ ടിപ്സൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇനിയും ഉഷാറാക്കായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി ഞാൻ ഈ ട്രിക്കൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിം കണ്ടിട്ടോ. നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ മെൻഷൻ ചെയ്യുന്ന കാര്യമാണ് വോയിസ് കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ മൊണ്ടക്ക് ചാടി ഒന്ന് അടിക്കുമ്പോൾ അത് കയറുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ജോയിസ്റ്റിക് ഒന്ന് കൺട്രോൾ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ സംഭവിക്കും. ജോയിസ്റ്റിക് തൊടാതെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ജോയിസ്റ്റിക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ സെക്കൻഡ് ടിപ്പ് നോക്കുകയാണെങ്കിൽ അതാണ് ഡ്രാഗ് സ്റ്റൈൽ. ഇത്രയുള്ള സംഭവം. നിങ്ങൾ ഈ ഒരു ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കയറുക. നിങ്ങൾക്ക് സ്റ്റെപ്പ് എടുത്ത് ചെയ്യാം. ആദ്യമൊക്കെ നിങ്ങൾ ജമ്പ് ചെയ്തിട്ട് കണ്ണെടുക്കുക. ഈ ഷേപ്പിൽ കാണുന്ന കണക്ക് നിങ്ങൾ ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഷേപ്പിൽ ഡ്രാഗ് ചെയ്യുക. നിങ്ങൾ യോജിക്കും. ഇതൊക്കെ കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ എവിടെ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട്. നിങ്ങളൊരു സാധനം ചെയ്യുമ്പോൾ അത് എല്ലാം കൂടെ ചെയ്യണം ഗൈസ്. ഓക്കെ, സോ അപ്പം നിങ്ങളിപ്പോ ചായ ഉണ്ടാക്കാൻ വിചാരിക്കും. അതിന് നിങ്ങൾക്ക് പാൽ മാത്രം പോരാ, തേയിലയും പഞ്ചസാരയും എല്ലാം കൂടെ ഇട്ടാലാണ് നല്ല ചായ ഉണ്ടാവുന്നത്. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മള് ഇത് പറയുമ്പോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ചാനലിലോട്ട് പോകാം. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഇതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തരാം ഗൈസ്. ഇങ്ങനെ കുറെ മൂവ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് 2 മൂവ്മെന്റ് വെച്ച് ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പൊ ആദ്യത്തെ മൂവ്മെന്റ് ഇതാണ് ഗൈസ്. ഓക്കെ, സോ അപ്പം ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ റൈറ്റിലോട്ട് നമ്മുടെ സ്ക്രീൻ ടേൺ ചെയ്യാം. എന്നിട്ട് പിന്നെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് അങ്ങനെ ടേൺ ചെയ്തോണ്ടിരുന്നാൽ മാത്രം മതി. ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. നെക്സ്റ്റ് മൂവ്മെന്റ് ആണ് ഗൈസ് കുറച്ച് ടഫായിട്ട് വരാൻ പോകുന്നത്. അത് ഏതാന്ന് നോക്കാം. വിശ്വസിക്കുന്നറിയില്ല, ഇത് ഞാൻ സ്പീഡ് കൂട്ടിയതല്ല ഗൈസ്, മൂവ്മെന്റിന്റെ സ്പീഡാണ്. ഓക്കെ, സോ അപ്പൊ എനിക്ക് നിങ്ങളുടെ തലയിലല്ല ചിലപ്പോൾ ബോഡിയിൽ പോലും കൊള്ളില്ല മൂവ്മെന്റ് യൂസ് ചെയ്താണെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര സ്പീഡാണ് ഗൈസ് മൂവ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ. കിഡ്സിന് കണക്കത്തൊരു മൂവ്മെന്റ് ആണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ഇരിക്കുക, എന്നിട്ട് നിങ്ങൾ ടേൺ ചെയ്യുക, ടേൺ ചെയ്ത് റൺ ചെയ്യുക ഗൈസ്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക, ഇരിക്കുക, ടേൺ ചെയ്യുക, റൺ ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ടും കൂടെ ടച്ച് ചെയ്ത് പഠിച്ചാൽ മതി ഗൈസ്. ഓക്കെ, ഇത് തന്നെ ഞങ്ങളുടെ കുറച്ച് കാലത്ത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ടേബിൾ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഈ ഒരു മൂവ്മെന്റ് എല്ലാം വെച്ചിട്ട് എത്ര പ്രാവശ്യം ചെയ്യണം എന്നെല്ലാം കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച മൂവ്മെന്റ് ഉള്ളൂ അതൊരു 3 ടൈംസ് ചെയ്യുക ഗൈസ്. ഓക്കെ, അതായത് റോ ആയിട്ട് ലെഫ്റ്റ് റൈറ്റ് ഒരു 3 ടൈംസ് കഴിഞ്ഞു. മറ്റേ മൂവ്മെന്റ് ഇരിക്കുകയും ചെയ്യുന്ന ഒരു 3 ടൈംസ് ചെയ്യുക. അത് ഒരു 3 ടൈംസ് ചെയ്യുമ്പോൾ ഒന്ന് ഗണ്ണൊന്ന് ചാടിയിട്ട് കണ്ണ് സ്വിച്ച് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇത് ഈ ഒരു ഇത്രയും ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കായിട്ട്. പക്ഷെ എനിമി അടിക്കരുത് നിങ്ങൾ. പക്ഷെ അത് മാത്രമല്ല ഗൈസ്, നിൽക്കുമ്പോൾ ജോയിസ്റ്റിക് കൺട്രോൾ ഞാൻ മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ തീർന്നു. ഹെഡ് കയറൂല. അവന്മാർ ചടിച്ചിട്ട് പാട്ടിൽ പോയി. ഞാൻ ടേബിളിലൊക്കെ മാക്സിമം അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം നിങ്ങൾക്ക് കണ്ടാൻ പഠിക്കാൻ പറ്റൂ. അല്ലാതെ എന്റെ ഈ വീഡിയോ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ കളിക്കാൻ പറ്റും. അത് മാത്രമല്ല പറയാനുള്ളത് ഒറ്റ രാത്രി കൊണ്ട് ഒരു പ്രോപ്പർ പൊട്ടി